പടം സൂപ്പറാണ്, ഒന്നും പറയാനില്ല. ഒരു പ്രതീക്ഷയില്ലാതെ വന്ന സിനിമയാണ്. സൂപ്പറായിട്ട് ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. കോമഡീസൊക്കെ വളരെ നാച്ചുറലാണ്. എല്ലാം മൂവി മേക്കിംഗ് എല്ലാം സൂപ്പറായിട്ടുണ്ട്. ഒരു പ്രതീക്ഷയില്ലാതെ വന്നതാണ്. പക്ഷേ മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാൻ പറ്റിയൊരു മൂവി തന്നെയാണ്. അൻപോട് കൺമണി സൂപ്പർ മൂവിയാണ്. ഗുഡ് ഫീൽ മൂവി എന്ന് വെച്ചാൽ നമ്മൾ ആ വാത്സല്യമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കണ്ണ് നിറഞ്ഞ പടമാണ്. എന്ന് വെച്ചാൽ അത്രയും ഫീലിംഗ് ബെറ്ററാണ് പടം. അതും നമുക്ക് ഈ വിവാഹം കഴിഞ്ഞൊരു പ്രത്യേകം കാണേണ്ടതാണ്. ഫാമിലിയായിട്ട് കഴിയുന്നവർ പ്രത്യേകമായിട്ട് കാണേണ്ടത്. അത്രയും അടിപൊളി മൂവിയാണ്, എല്ലാവരും കാണണം. നല്ല മൂവിയായിരുന്നു. നല്ലൊരു എന്താ പറയുക, ഫാമിലി ഓഡിയൻസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരുന്നു. എല്ലാവർക്കും ഞാനിതാണെങ്കിലും അൺമാരീഡാണെങ്കിലും കാണാൻ രസമുണ്ടായിരുന്നു. എല്ലാ കോമഡി എലമെന്റ്സ് ആണെങ്കിലും ഫാമിലി സെന്റിമെന്റ്സ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണണം. നല്ല പടം. അൻപോട് കമ്പനി എന്താണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു നല്ലൊരു സിനിമയാണ്. കാരണം ശരിക്കും ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇത്ര നാച്ചുറലായിട്ടുള്ള ഒരു സിനിമയാണ് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെ നാച്ചുറലായിട്ടുള്ള ഒരു സിനിമ. നമ്മുടെ നാട്ടിൻപുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു സബ്ജക്റ്റിന് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റാണ്. അത് രസകരമായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു കല്യാണം കഴിഞ്ഞ് ജസ്റ്റ് മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിളിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന സൊസൈറ്റിയിൽ നിന്നും അങ്ങനെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അതിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന നമുക്കറിയാവുന്ന ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളും അതിലൊരു ഫാമിലി എങ്ങനെ പ്രതികരിക്കും. വളരെ രസകരമായിട്ട് സിനിമ പറഞ്ഞിട്ടുണ്ട്. ചെയ്യാൻ പറ്റിയ പടം. നല്ല പടം. അതൊക്കെ സത്യത്തിൽ കഥ പറഞ്ഞിട്ട് ഒരൊറ്റ വരിയിൽ ഒന്നൊരു സംഭവമായതുകൊണ്ട് എനിക്ക് കുറച്ച് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ സമയത്ത് ഇങ്ങനെയാണ്. പക്ഷേ സിനിമ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യും. എക്സെപ്ഷൻ പെർഫോമൻസ് ആണ് അർജുൻ അശോകിൻ്റെയും മനോഹരനാരായണൻ്റെയും. നല്ല കുടുംബത്തിലുള്ളവർക്കെല്ലാം റിലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് സിനിമ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. വളരെ ഒരുപാട് കാലം എൻ്റെ ഒരു ഫാമിലി എനിക്ക് വളരെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം തിയേറ്ററിൽ നിന്ന് എല്ലാവരുടെയും റെസ്പോൺസ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഒരു ചെറിയ പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പറയുന്നൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്മാനം. ഈ സിനിമയിൽ ഒരുപാട് നന്മ ആദ്യമേ ഉണ്ടായിരുന്നു. ഗംഭീര പ്രൊഡ്യൂസേഴ്സാണ്. ഇതിൻ്റെ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്. അവരൊരു ഞങ്ങൾ ഇതിനകത്ത് അഭിനയിച്ച വീട് ഒരാൾക്ക് വെച്ചു കൊടുത്തിട്ടുള്ള വീടാണ്. അത് ഒരു വീട് പൊടിച്ച് പുതിയ വീടുണ്ടാക്കി അവർക്ക് തന്നെ കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു നന്മ തുടങ്ങിയ സിനിമയാണ്. നന്മയിൽ തന്നെ തീർന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം. എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ് ആനക്കയുടെ. ഞാൻ പറയുമായിരുന്നു ഇങ്ങനൊരു ക്യാരക്ടർ മൂന്ന് പിടിച്ചവരെ കൊണ്ടുപോകാൻ അങ്ങനെ അഭിനയിക്കാനും എളുപ്പമല്ല. ആനക്കയുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. അർജുന അതുപോലെ തന്നെ. അർജുനെ എക്സെപ്ഷണൽ അങ്ങനെ ലൈറ്റായിട്ട് അങ്ങനെ അഭിനയിക്കാൻ ഭയങ്കര നന്നായിട്ടുണ്ട്. അർജുന അശോകൻ ഇത്രയും നല്ലൊരു കോംപ്ലിമെൻറ്റ്സ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം മാനസികക്ക് ഒരുപാട് നാടകവും സിനിമയും ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇത്രയും ഇങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇത്രയും നല്ലൊരു കോംപ്ലിമെൻറ്റ്സ് കിട്ടുക എന്നുള്ളത് ഒരുപാട് സന്തോഷമാണ്. അതേപോലെ കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. കണ്ടായിരുന്നു പടം? കണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. നല്ല റെസ്പോൺസ് ആണെങ്കിലും നല്ല സന്തോഷം. ടെൻഷൻ ഉണ്ടായിരുന്നു. ചെറിയൊരു സബ്ജക്റ്റാണ്. എത്രത്തോളം തന്നെ പ്രഷർ ഏറ്റെടുക്കുന്ന ഇപ്പോൾ കാണാൻ പറ്റി. സന്തോഷം. ഇത് നമ്മളെ DOP ആണ്. സരിൻ രവീന്ദ്രൻ. ആദ്യത്തെ മലയാളം പടമാണ്. ബ്രോ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പ്രേക്ഷകരുടെ കണ്ടപ്പോൾ? എല്ലാവരും അറിയുന്ന ആളെ ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു.